ഇത് ശരിക്കും പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക ഒരു ചെടിയുണ്ട്. കൈപ്പെണ്ണ പേര്, സൂര്യകാന്തി. പണ്ട് കാലത്ത് സൂര്യകാന്തി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട, കാട്ടു സൂര്യകാന്തി. അതിന്റെ ഇലയും എരുമച്ചാണവും ഇതിട്ട് നമ്മൾ പുളിപ്പിച്ചെടുക്കും. ഇതൊരു 20 ദിവസം കഴിയുമ്പോൾ ഈ രീതിയിലാവും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തൊപ്പിപ്പാള, കട്ടപ്പനയടുത്ത് തൊപ്പിപ്പാള ഗ്രാമത്തിലാണ്. രാജേട്ടൻ വർഷങ്ങളായി തന്നെ തേൻ ഉൽപാദനം, അതോടൊപ്പം തന്നെ തേൻ കർഷകർക്കുള്ള പരിശീലനം എല്ലാം കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അങ്ങയുടെ കൃഷിയിടത്തിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇതെന്ത് മുളകാ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് പറഞ്ഞ കർണംപൊട്ടി എന്ന് പറയും. ഇത് മാലി ദ്വീപിലേക്ക് കയറിപ്പോയപ്പോൾ ഇത് മാലിമുളകായി മാറി. ഇതിനിപ്പോ ഭയങ്കര ഡിമാൻഡാണ്. 1 കിലോഗ്രാമിന് 200 രൂപ 300 രൂപയൊക്കെ നമുക്ക് മാർക്കറ്റിൽ ചെന്നാൽ കിട്ടും. ഇതിപ്പോ എത്ര നാളായി നട്ടിട്ട്? ഇതിപ്പോ ഞാൻ നട്ടിട്ട് 1 മാസം കഴിഞ്ഞുള്ളൂ, 1.5 മാസം ആകുന്നുള്ളൂ. ഇതുകൊണ്ട് ഇത് കായ്ഫലങ്ങൾ നല്ലപോലായി നിറച്ചാകുന്നുണ്ട്. ഇതിങ്ങനെ ഒരു എന്താ പറയാ, ഒരു 2 അടി റൗണ്ടിൽ ഇതാവും. അപ്പൊ ഈ മുളക് നമ്മൾ തേനിനകത്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തേനിനകത്തിടുമ്പം ഇതിന്റെ മുഴുവൻ ഗുണം എന്തിനകത്ത് വരും? തേനിനകത്ത് വരും. ഇത് കഴിച്ചു കഴിഞ്ഞാല് കൂടുതൽ കൊഴുപ്പുള്ളതിനെയൊക്കെ നശിപ്പിക്കുമെന്ന് കേട്ടതുകൊണ്ടാണ്. ശരി. അപ്പൊ ഞാനിത് വലിയ രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുക. ഇനി ഒരു 1 ഏക്കർ സ്ഥലത്തോടെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ശരി. മാലി മുളകിനെ ഇട്ട് അങ്ങനെ വേറൊരു ബ്രാൻഡ് സാധനം ഇറക്കാൻ പോവാ, മാലി മുളക് ഹണി. ഇത് കൂടാതെ തന്നെ എന്തെല്ലാം ടൈപ്പ് ഹണി ഉണ്ട് ഇപ്പൊ നമ്മള് കാന്താരിത്തേനുണ്ട്, മഞ്ഞളുണ്ട്, മാതളം, ഇതെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നു. അല്ലെങ്കിൽ നല്ല ജൈവ രീതി കൃഷി ചെയ്യുന്ന കർഷകനോട് വാങ്ങിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ശരി. അപ്പം നമ്മൾ ചാണകവും ചവറും ഒക്കെ എന്ത് ചെയ്യും? പുളിപ്പിക്കും. അത് പുളിപ്പിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കൃഷിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഓ ശരി. അപ്പൊ നമ്മുടെ കൃഷി തികച്ചും ജൈവ രീതിയിലുള്ള ഞാൻ അതിന്റെ എന്താ പറയുന്നത്, ജൈവമാണ് നമുക്കിനി വേണ്ടത്. അപ്പൊ ചാണകമൊക്കെ നമ്മൾ പുളിപ്പിച്ച് റെഡിയാക്കുന്നത്. മാത്രമല്ല ഇവിടെ പശ്ചാത്തലത്തിൽ തേൻകൂടുകളും കാണാൻ കഴിയുന്നുണ്ട്. തേൻകൂടുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ തേനീച്ച എത്തുന്നതുകൊണ്ട് ഇതെല്ലാം വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതെ, പരാഗണം വർദ്ധിക്കണമെങ്കിൽ ഇത് വേണം. കൃഷിയിടങ്ങളിൽ നമുക്കൊരു 10 കൂട് തേനീച്ച ഉണ്ടെങ്കിൽ കർഷകന് സന്തോഷമായിട്ട് കൃഷി ചെയ്യാം. തീർച്ചയായിട്ടും. കാരണം നമ്മൾ കൃഷി ചെയ്തിട്ട് പോകുമ്പോൾ പൂക്കൾ ഉണ്ടാവുമല്ലോ, പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് ചേഞ്ച് ആകുന്ന ഇവര് കയറി ഇറങ്ങുമ്പോഴാണ് നമുക്ക് കായ്ഫലം കിട്ടുന്നത്. അതെ. അപ്പൊ ഇത് കർഷകർ പലരും അറിയുന്നില്ല. അവർ വിചാരം വളവിടണം, എത്ര നാള് കൂടുമ്പോ നമുക്ക് ഇങ്ങനെ തേൻ എടുക്കാൻ പറ്റും? അതായത് ജനുവരി മാസത്തിലാണ്. എപ്പം നമ്മൾ തുടങ്ങിയാലും ജനുവരി, ഫെബ്രുവരി, മാർച്ചിലാണ് പൂക്കാലം. അതെ. ആ പൂക്കാല സമയത്ത് നമുക്ക് തേൻ ധാരാളം ശേഖരിക്കാൻ പറ്റും. ജൈവ രീതിയിലേ ഈ ചാണകമൊക്കെ പുളിപ്പിക്കുന്ന ഇവിടെയാ. ചാണകവും ചവറും കൂടിയേ. ഇത് ശരിക്കും പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക ഒരു ചെടിയുണ്ട്. കൈപ്പെണ്ണ പേര്, സൂര്യകാന്തി. പണ്ട് കാലത്ത് സൂര്യകാന്തി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട, കാട്ടു സൂര്യകാന്തി. അതിന്റെ ഇലയും എരുമച്ചാണവും ഇതിട്ട് നമ്മൾ പുളിപ്പിച്ചെടുക്കും. ഇതൊരു 20 ദിവസം കഴിയുമ്പോൾ ഈ രീതിയിലാവും. ഇതിനി എടുത്ത് ഒരു കപ്പ് എടുക്കുവാണെങ്കിൽ 5 കപ്പ് വെള്ളത്തിലേക്ക് ലയിപ്പിക്കാം. എന്നിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എരച്ച് കയറി വരും. എരുമച്ചാണകം എരുമച്ചാണകത്ത് നമ്മൾ കൃഷി ചെയ്താൽ എരച്ച് കയറുന്ന. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കി എരച്ച് കയറി. 1 മാസം കൊണ്ട് തന്നെ മാറ്റി ഉപയോഗിക്കേണ്ടത്. അതായത് ഇപ്പൊ 1 കപ്പ് എടുക്കുക, ഒരു 5 കപ്പ് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ലായനിയാക്കിയിട്ട് അവരുടെ വേര് നിൽക്കുന്ന ഏരിയ നോക്കി റൗണ്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. വേറെ ഒന്നും വേണ്ട. കീടങ്ങളും അവരും അവർക്ക് വേണ്ടുന്ന പോഷക ഗുണമാണിത്. അവരുടെ ജ്യൂസ് എന്ന് വേണേൽ പറയാം കൃഷിയുടെ.